ജീവൻ കൈപ്പിടിച്ച് തിരിച്ചെത്തിയവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ആനയ്ക്ക് മുൻപിൽ അകപ്പെട്ട മൃദുല മോൾ ദുരിതം പിടിച്ച രാത്രിയുടെ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതയായിട്ടില്ല. സുഹൃത്തുക്കളും അയൽവാസികളും രക്ഷയ്ക്കായി അലമുറയിട്ട് കരയുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നതിന്റെ സങ്കടത്തിലാണ് ഈ 9ാം ക്ലാസ്സുകാരി. ഈ ദുരന്തമുഖത്ത് നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട മുത്തശ്ശിക്കൊപ്പമുള്ള കൊച്ചുമകളാണ് മൃദുല. മൃദുല പഠിക്കുകയാണ്, ചെറിയ മോളാണ്. അപ്പം മൃദുലയ്ക്ക് കുറേ അധികം കാര്യങ്ങൾ അന്നത്തെ ആ ദിവസം നടന്നതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ശരിക്കും മോൾ എന്താ കണ്ടത്? മോളിപ്പം പറയുന്നുണ്ട് എനിക്ക് ആ ചെവിയിൽ നിന്ന് ആ ശബ്ദം ഇതുവരെ പോയിട്ടില്ല എന്ന്. എന്താ ശരിക്കും നടന്നത്? മോളിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന്. വെള്ളം വരുന്നത് എൻ്റെ റൂമുണ്ട്, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട്. ആ റൂമിൽ നിന്ന് വെള്ളം അടിച്ചു വന്നു. അപ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും എന്ത് പറഞ്ഞാലും ഫ്രിഡ്ജ് എല്ലാം ഒഴുകിപ്പോയി. അപ്പോൾ ഇങ്ങോട്ട് ചാടിക്കോ പറഞ്ഞതാ. അതിൻ്റെ പേരിൽ കബോർഡില്ലേ, കബോർഡിൻ്റെ നേരെ ഒരു കൂർത്ത സാധനം ഉണ്ട്, നേരെ നെഞ്ചി കൊണ്ടേ കുത്തി. പിന്നെ വീട് അങ്ങനെ പൊളിഞ്ഞു വീണപ്പോൾ എൻ്റെ ഇവിടെ അരയിൽ ഒരു മതിൽ പോലത്തെ ഒന്ന് വന്ന് വീണു. അതിൻ്റെ പേരിൽ പിന്നെ എൻ്റെ എല്ലാവടെയും വേദനെടുക്കാൻ തുടങ്ങി. പിന്നെ കിടക്കുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഉരുള് പൊട്ടിയ സൗണ്ട് തന്നെ വരിക. അങ്ങനെ ആയിട്ട് എനിക്ക് ഉറങ്ങിയിട്ടില്ല 2 ദിവസം. പറഞ്ഞല്ലോ കുറേ ആൾക്കാരെ നമ്മൾ വരുന്ന സമയത്ത് കണ്ടു എന്നൊക്കെ. അതെന്താ സംഭവം? അവിടെ സൈഡിലൊരു അയൽവാസി ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് മുഹമ്മദ് അമീന്, നജ, ഫാത്തിമ, റുക്യാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉനൈസ്, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ പോയി. ഞങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ എന്തായി, ഞങ്ങളെ വീട് വന്ന് പൊളിഞ്ഞപ്പോൾ ഉണ്ട് അവരെ വീടൊക്കെ തലമറിഞ്ഞ് വരുന്നത്. മൃദുല രക്ഷിക്കേ, സുജാതേച്ചി രക്ഷിക്കേന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ബാക്കി രണ്ടാമത്തെ ഉരുളുപൊട്ടിപ്പോൾ അവരാരും ഞങ്ങൾക്ക് രക്ഷിക്കാനേ പറ്റിയില്ല. ഇനിയൊരു പൊട്ടിന് സാധ്യത ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടുക ചെയ്തത്. അവരങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ. ഏട്ടൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്, സ്ലാവിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഏട്ടനെ രക്ഷിക്കാൻ നോക്കി. എൻ്റെ അച്ഛനില്ലെങ്കിൽ എൻ്റെ ഏട്ടനുണ്ടാവില്ലായിരുന്നു ഇവിടെ. ഇപ്പം ആശുപത്രിയിലാണ്, മിംസിൽ. നമ്മളെ നെഞ്ചിൻ്റെ അവിടെ കല്ല് വീണിട്ട് നമ്മളെ ചതഞ്ഞ് കിടക്കുക. കാലിലൊക്കെ അവിടെ കുടുങ്ങിയിട്ട് നമ്മൾ പുറമൊക്കെ ചുരണ്ടി പോയിക്കുക, മേലില്ല. എന്നിട്ട് 2 ദിവസം 3 ദിവസം ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായി. രാവിലെ ആയപ്പോൾ ഞാൻ കുളിക്കാൻ പോയപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞ് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ കുറച്ച് കഴിഞ്ഞ് എത്തും. അമ്മേൻ്റെ നട്ടല് പൊട്ടിക്കിടക്കുക. രണ്ടാമത്തെ വീട്ടിൽ കുറച്ച് നേരം നിന്നപ്പോൾ ഉണ്ട്, പിന്നെ അവിടെയും പൊട്ടി. ഒരു സൗണ്ട് വന്നിട്ട് പിന്നെ അത് വരാൻ തുടങ്ങി. പിന്നെ കൂടി വന്നപ്പോഴേക്കും ഞങ്ങൾ അടുക്കള ഭാഗത്തൂടെ അങ്ങനെ ഓടി. അപ്പോൾ കുറേ വഴുക്കലുണ്ട്, അവിടെ ഇങ്ങനെയൊക്കെ പോവുക. അപ്പോൾ നമ്മൾ മേൾക്ക് കയറിയതാ, അങ്ങനെ സ്ലിപ്പായി. അതിൻ്റെ മുകളിലാണ് അമ്മ ചെറുതായിട്ട് പിന്നെ ആ വേന ഇളകിയത്. പിന്നെ ഓടുകയായിരുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് പൊട്ടിയത് ഇങ്ങോട്ട് വരുന്നുണ്ട് മണ്ണടിക്കുക. വേരിൻ്റെ അതിൻ്റെ ഒക്കെ മണ്ണടിക്കുക. ഇവിടെയും പൊട്ടിക്കിടക്കുക, ഇവിടെയും പൊട്ടിക്കിടക്കുക. നടുവിൽ ഞങ്ങൾ. എന്നിട്ട് രാവിലെ ആയപ്പോൾ വേഗം സ്ഥലമൊക്കെ കണ്ടു. എന്നിട്ട് നമ്മളെ ചൂരമല ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ. അവിടെ കുറേ ആൾക്കാർ മരിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ എൻ്റെ അഫ്ലഹ ഉണ്ട്, മറ്റേ മുണ്ടക്കൈയിലെ സീനത്തിൻ്റെ അലീൻ്റെ മകളായ അഫ്ലഹയും പിന്നെ അവളെ കാക്കണ്ട് അൽഫിനാസും മരിച്ചു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ആകെ ഉള്ളപ്പോൾ അഫ്ലഹയും ഉണ്ടായി. പിന്നെ ഷാന ഇവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ സാന്ത്വന, ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി അനുഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇവരുടെ ജീവിതത്തിൽ നടന്നിരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ നഷ്ടമായി. അതുപോലെ തന്നെ ഒരുപാട് പേര് ജീവൻ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഈ മോളും അതുപോലെ തന്നെ അവരുടെ കുടുംബവും ഒക്കെ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ഇത്തരത്തിൽ നിസ്സഹായരായ വിവിധ പ്രായത്തിൽപ്പെട്ട കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ
അതോടൊപ്പം വയസ്സ് എന്ന ആളുകൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ദുരിത കാഴ്ചകളാണ് പറയാനുള്ളത്.